സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്നു, പക്ഷേ ഇന്ത്യൻ എക്സ്പോർട്ട് അതിൻ്റെ 4 മാസത്തെ ഏറ്റവും ഹൈയിലാണ് നിൽക്കുന്നത്. 11.9% വർധനമാണ് ഇന്ത്യൻ എക്സ്പോർട്ടിൽ ഫെബ്രുവരിയിൽ മാത്രം വരുത്തിയിരിക്കുന്നത്. അതായത് $41.40 ബില്യൺ എക്സ്പോർട്ടാണ് ഇന്ത്യയിൽ നിന്ന് നടത്തിയിരിക്കുന്നത്. റെഡ് സീൽ, അതായത് ചെങ്കടലിലുള്ള പ്രശ്നങ്ങൾ, മിഡിൽ ഈസ്റ്റിലുള്ള പ്രശ്നങ്ങൾ, ഹൂതികളുടെ ആക്രമണം, അങ്ങനെ പലതുമുണ്ട്. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചാണ് ഇന്ത്യൻ എക്സ്പോർട്ട് വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടും 12.9% വർധനവ് നമുക്ക് ഇമ്പോർട്ടിലും വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ 18.71% ഡിഫറൻസ് ആണ് എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ളത്. നമ്മളിപ്പോഴും നെറ്റ് ഇമ്പോർട്ടേഴ്സ് തന്നെയാണ്. പ്രധാനപ്പെട്ട എക്സ്പോർട്ടുകൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സ് ആണ്. അതുതന്നെ ഇലക്ട്രോണിക് പ്രൊഡക്ട്സുകൾ 51% വർധനമാണ് എക്സ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ഫാർമ പ്രൊഡക്ട്സുകൾ, പെട്രോളിയം പ്രൊഡക്റ്റുകൾ, ഇതൊക്കെയാണ് മേജർ എക്സ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗോൾഡ്, ഇലക്ട്രോണിക്സ് ഗുഡ്സ്, മെഷീനറി, അതുതന്നെ മിനറൽസ്. ഇത് ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന ബിസിനസ് ഡിമാൻഡുകളെ സൂചിപ്പിക്കുന്നതാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്ന